നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ചതിയാണ്, അറിയാം. പക്ഷെ കുടുക്കാൻ ഒരു നിവൃത്തിയില്ലാത്ത മിടുക്കന്മാരായ ക്രിമിനലുകളെ പൂട്ടാൻ പോലീസ് അങ്ങനത്തെ ചില വളഞ്ഞ വഴികളൊക്കെ ഉപയോഗിക്കാറുണ്ട്. കള്ളസാക്ഷികളെയും വ്യാജ തെളിവുകളൊക്കെ സൃഷ്ടിക്കുന്ന പോലെ. നമുക്ക് ആ അസിസ്റ്റന്റ് കമ്മീഷണറോട് പറഞ്ഞാലോ രോഹിത് ജീവിച്ചിരിപ്പുണ്ടെന്ന്? പക്ഷെ എവിടെ? കാട്ടി കൊടുക്കാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പറയുന്ന വിശ്വസിക്കണമെന്നുണ്ടോ ശ്രീരഞ്ജനി? ആ രാജ്യമ്മയെ തൂക്കിയെടുത്തോണ്ടൊന്ന് ഇട്ടുകൊടുത്താലോ ശ്രീരഞ്ജനിയുടെ മുന്നിലേക്ക്? എടി, അതിന് രാജ്യമ്മ നമുക്ക് അനുകൂലമായിട്ട് മൊഴി കൊടുക്കണ്ടേ സുസ്മിതേ? വിജയൻ അവിടെ ചെന്ന് കാട്ടിക്കൂട്ടിയതൊക്കെ അവര് പോലീസിനോട് പറഞ്ഞാലോ? ആർക്ക് വേണ്ടിയാ വിജയൻ ഇതൊക്കെ ചെയ്തെന്ന് ചോദിച്ചാൽ എന്ത് സമാധാനം പറയും? എടി, അതും കൂടെ തെളിവാക്കി അവര് കോടതി കൊണ്ട് പ്രസന്റ് ചെയ്യും. എടി, നമ്മള് കള്ളക്കഥ മെനഞ്ഞതാണെന്നും മറ്റാരും അറിയാതെ രോഹിത്തിനെ കൊലപ്പെടുത്തിയതാണെന്നും അവര് സ്ഥാപിക്കും. ഇതിനിടെ രോഹിത്തിന് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് നമ്മളാവും ഉത്തരവാദികള്. എന്നാ പിന്നെ എന്നെ നേരെ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോച്ചിട്ടപ്പാ. എന്തിനീ കഷ്ടപ്പാടൊക്കെ? എടി, അതിനാണോടി ചിറ്റപ്പൻ ഇത്രയും ബുദ്ധിമുട്ടിയത്? കളി ഇത്രയാ സ്ഥിതിക്ക് എനിക്കും ഹരം കയറി തുടങ്ങി. ഇനി ഇതിന് ഒരന്ത്യം കണ്ടിട്ടേ ബാക്കിയുള്ളൂ. നിന്റെ അച്ഛന്റെ അക്കൗണ്ടിൽ പൂത്ത പണം കിടപ്പുണ്ടല്ലോ. എടി, പണം കൊണ്ട് നേടാനാകാത്തത് ഈ ലോകത്തൊന്നുമില്ലടി. ഞാൻ രായണ്ണോട് സംസാരിച്ചിട്ടുണ്ട്. കാര്യങ്ങളൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. നിനക്ക് കുറെ പണത്തിന്റെ ആവശ്യമുണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ. ആവശ്യമുള്ള എത്രയാന്ന് പറഞ്ഞാൽ രായേട്ട് അയച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ലോക്കപ്പിൽ കിടക്കുന്ന എനിക്ക് എന്തിനാ ചിറ്റപ്പ പണം? എടി, നിനക്ക് ഈ ഊരാ കുടിക്കുന്നത് പുറത്തു കിടക്കണ്ടേ? അതിന് പണം വേണം. പണം കൊണ്ട് പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിച്ച സത്യങ്ങൾ നമുക്ക് മായ്ക്കാൻ പറ്റുമോ? തെളിവുകൾ നശിപ്പിക്കാൻ പറ്റുമോ? കോടതിയും ജഡ്ജിമാരെ സ്വാധീനിക്കാൻ പറ്റുമോ? ഇതൊന്നും പറ്റില്ല. പക്ഷേ വേറൊന്നുണ്ട്. കേസിൽ അന്തിമ വിധി പറയുന്നത് കോടതിയായിരിക്കും. ആ കോടതിയുടെ കണ്ണു കെട്ടാൻ പറ്റും. മനസ്സിലായില്ല സുസ്മിതേ, ഇതുവരെ നമ്മൾ കളിച്ചത് നമ്മുടെ ബുദ്ധി മാത്രം ഉപയോഗിച്ച. പക്ഷേ ഈ ഇന്നിങ്സിൽ എതിരാളി മുന്നിൽ നിൽക്കുന്ന സ്ഥിതിക്ക് നമുക്കൊരാളുടെ തലച്ചോറ് കൂടി വാടകയ്ക്ക് എടുക്കേണ്ടി വരും. ആര്? എ ഹൈലി പെയ്ഡ് ആൻഡ് ടാലന്റഡ് ലോയർ. തെളിവായി പിടിച്ചെടുത്ത ചുടുചോരെ പച്ചവെള്ളമാക്കി മാറ്റാൻ മിടുക്കുള്ള ഒരാൾ. കോടതിയിലെ സത്യത്തെ നിമിഷ നേരം കൊണ്ട് കള്ളവും കള്ളത്തെ സത്യവുമാക്കി മാറ്റാൻ പറ്റുന്ന ഒരാൾ. താൻ ഏറ്റെടുത്ത കേസിന്റെ ജയത്തിനായി ഏതറ്റം വരെയും പോകാൻ മടിയില്ലാത്ത എ ടാലന്റഡ് ക്രിമിനൽ ലോയർ. BTL അസോസിയേറ്റിന്റെ സാരഥി. BTL അസോസിയേറ്റ്സോ? BTL എന്നാൽ ബ്രെയിൻ ടു ലെറ്റ്, തലച്ചോറ് വാടകയ്ക്ക്. കൊള്ളാലോ, ഇൻട്രസ്റ്റിംഗ്. യെസ്, ആളും അതുപോലെ ഇൻട്രസ്റ്റിംഗ്. എന്താ കക്ഷിയുടെ പേര്? അമീർ അബ്ദുള്ള. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.